എത്രത്തോളം സാറിൻ്റെ പിതാവ് സാറിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് എനിക്ക് ആത്മാവ് ഞങ്ങൾ 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളും, ഞങ്ങൾ 7 മക്കളായിരുന്നു. എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് സിസ്റ്റമായിട്ട് പഠിപ്പിച്ച് ഒരു ലെവലിലാക്കി. 73 വയസ്സിൽ മദറും പോയി. 73ാമത്തെ വയസ്സിൽ എൻ്റെ അത് 3-4 വർഷം കഴിഞ്ഞ് പിന്നെ മദറും നഷ്ടപ്പെട്ടു. 2 പേരും സാർ ജീവിതത്തിൽ ഒരുപാട് ഇൻബോൺ കാരണം അതായത് നമ്മൾ പക്ഷെ ഒരു വ്യക്തിയുടെ കടമ എന്താണ്, എൻ്റെ വൈഫിൽ എനിക്ക് ഉണ്ടായ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ വൈഫിനെയും ആത്മാർത്ഥമായിട്ട് ഒരു സംരക്ഷിച്ച് വിദ്യ അഭ്യസിപ്പിച്ച് വളർത്തി വലുതാക്കുക എന്നുള്ളൊരു പിതാവിൻ്റെ ഏറ്റവും വലിയ കടമയാണ്. ആ കടമ പൂർണ്ണമായും അത് എൻ്റെ പേരൻസ് ചെയ്തിട്ടുണ്ട്. ഞാനും അത് ഫോളോ ചെയ്തു. അല്ലാതെ നമ്മൾ ബിസിയാണ്, ബിസിനസ്സിൽ വലിയ തൈക്കൂണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ കാര്യം ശ്രദ്ധിക്കാൻ പോകുക, പിള്ളേർ വഴിക്ക് പോകും, കൈവിട്ട് പോകും. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്ന സ്വത്തെന്ന് പറയുന്നത് മക്കളാണ്. നല്ല വിദ്യാഭ്യാസമുള്ള നല്ല മക്കളാണ് നമ്മുടെ ഏറ്റവും ആവശ്യിക്കുന്ന ആളാണ്. സാറിൻ്റെ ഫാമിലിയെ കുറിച്ച്? വൈഫ് ബിസിനസ്സിൽ? വൈഫ് ഇവിടെയാണ്, ജനിച്ചു വളർന്നത് ഇവിടെയാണ്. വൈഫ് നേരത്തെ ജോലിയായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ വൈഫും റിസൈൻ ചെയ്തു. ഷീ ഈസ് വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. കുട്ടികൾ എത്രയാണ് സാർ? 2 പേര്, ഒരു മോളും ഒരു മോനും. മൂത്ത മോള്, രണ്ടാമത്തത് മോന്. ബിസിനസ്സിൽ അവർ അല്ല, മോള് കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ടൊറോണ്ട, അതായത് ടൊറോണ്ടോ എന്ന് പറഞ്ഞാൽ കാനഡയിലാണ്. ടൊറോണ്ടോ തൽക്കാലം അവിടെ സെറ്റിലായിരിക്കുന്നത്. കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ സണ്ണിലും ഇവിടെ വട്ടിക്കോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ MBA കാനഡ കഴിഞ്ഞിട്ട് ഇപ്പം അവരവിടെ സെറ്റിലായി. ഒരു 2.5 വയസ്സിലെ കുട്ടിയുണ്ട്. സണ്ണിലോടെ ഫാദറും മദറും 2 ഡോക്ടേഴ്സാണ്. അവർ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അങ്കമാലിയിലെ മെഡോന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവർ താമസിക്കുന്ന എറണാകുളത്താണ്. അവരുടെ മൂത്ത മോള് പ്രിയങ്ക, ഷീസ് ഓൾസോ ഡോക്ടർ, കല്യാണം കഴിച്ചിരിക്കുന്നത് കേരള ചീഫ് സെക്രട്ടറി ബാബു ജേക്കബും അവരുടെ വൈഫ് ചീഫ് സെക്രട്ടറി ആയിരുന്നല്ലോ ലിസി ജേക്കബ്. അവരുടെ ഒരു മോൻ അവരുടെ മോനാണ് സൂരജ്. രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മണവാളൻ ഫാമിലി എന്ന് പറയും, തൃശ്ശൂരിൽ. അവരും 2 പേരും US സെറ്റിലാണ്, 2 പേരും. ഇതാണ് ഒരു മോനും 2 പെൺപിള്ളേരും. അതെൻ്റെ സണ്ണിലോടെ ഫാമിലി. ഇതാണ് വെരി ഹാപ്പി ഫാമിലി. എൻ്റെ മോനെ ഇവിടെ PUC ഒക്കെ സെൻറ്റ് ജോസഫിൽ പഠിച്ചതിന് ശേഷം BA ഓണേഴ്സിന് അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് UK ലണ്ടനിൽ പഠിച്ചു. 3 വർഷം കഴിഞ്ഞു. അതിപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പം MS ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ജൂലൈയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ജൂലൈയിൽ ക്ലാസ് തുടങ്ങും. വളരെ സന്തോഷമായ അതുകൊണ്ട് കഴിഞ്ഞു. കുടുംബം വളരെ ഭദ്രതയാണ്. കുടുംബത്തിലെ സപ്പോർട്ടാണ് സാറിൻ്റെ വിജയത്തിൻ്റെ എല്ലാ വൈഫാണെങ്കിലും പിള്ളേരാണ് എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത്. നമ്മുടെ ആ എയിം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക, ദൈവവിശ്വാസത്തോടു കൂടി. അവരും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി ബന്ധുക്കളെ ശരിക്കും നോക്കി. ഏതെങ്കിലും ഫാമിലിയിലെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് അല്പം വീക്കാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി വീക്കാണ്, ഇവരെയൊക്കെ സഹായിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഞാനാണെങ്കിലും പിള്ളേരാണ് എല്ലാ കാര്യത്തിലും വളരെ കെയർഫുള്ളായിട്ട് നോക്കി. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരും ഒരു കടമയുണ്ടല്ലോ, ഡ്യൂട്ടി ചെയ്തു. 4 പതിറ്റാണ്ട് കാലമായി സാറിൻ്റെ. അതെ, 39 വർഷം കഴിഞ്ഞു. 40 വർഷം എന്ന് കൂട്ടാം. ഈ 40 വർഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നുന്നത്? ഐ എം വെരി പ്രൗഡ് അബൌട്ട് മീ ബിക്കോസ് ഓരോ സ്റ്റെപ്പും ഞാൻ കണക്ക് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതായത് 1-ാം സ്റ്റെപ്പ് 2-ാം സ്റ്റെപ്പ് എന്നൊക്കെ പറയാൻ കുട്ടിക്കാലമുള്ളൂ. അതെങ്ങനെ വളർന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എസ്പെഷ്യലി പിന്നീട് വെക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 7-8 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം പറയാമല്ലോ LMS ഇവിടെ 40 സ്റ്റെപ്പാന്ന് വെച്ചോ. പിന്നീടുണ്ടോ ഓരോ സ്റ്റെപ്പും വളരെ വളരെ ആലോചിച്ച് വെച്ചിരിക്കണം. കാരണം എനിക്കൊരു കാര്യം നിർബന്ധമുണ്ട്. ഒരു സ്റ്റെപ്പ് ഞാൻ മുകളിലേക്ക് വെച്ചാൽ ഇനി ഒന്നോട് വെക്കുന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ വെച്ച സ്റ്റെപ്പ് താഴോട്ട് പോകരുത്. ആ സ്റ്റെപ്പിൽ 5 കൊല്ലോ 10 കൊല്ലോ ഒന്നും ഇടൊന്നുമില്ല. ആ ലെവലിൽ ഒന്നും കുഴപ്പമില്ല. അവിടെ താഴോട്ട് പോകാൻ പാടില്ല എന്ന് വലിയ നിർബന്ധമുണ്ട്.
അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രിൻസിപ്പിൾ ഉള്ള വ്യക്തിയാണ് ഞാൻ. അതിന് ഒരുപാട് കാര്യങ്ങൾ ത്യാഗം സഹിക്കേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ വെച്ച ഒരു സ്റ്റെപ്പും ഞാൻ എനിക്കിതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഒരു ദൈവം സഹായിച്ച് ഇവിടെ കഴിഞ്ഞ അറിയാമല്ലോ 2-3 വർഷമായിട്ട് ബാംഗ്ലൂർ തന്നെ മാർഗ റിസഷൻ ഉണ്ടായിരുന്നു, വളരെ ഫിനാൻഷ്യൽ ടൈറ്റ് ഉണ്ടായിരുന്നു. ദുബായിലാണെങ്കിലും ഞാൻ തുടങ്ങിയിട്ട് 3 വർഷമായെങ്കിലും വളരെ ഐ തിങ്ക് ഐ സ്റ്റാർട്ട് ഇൻ ദ റോങ് ടൈം. എന്നാലും വലിയ തെറ്റില്ലാതെ ജസ്റ്റ് മുന്നോട്ട് പോകും. അതാണ് വിഷനിലൂടെയാണ്, അല്ല ഓവർ അംബിഷനോ ഇല്ലെങ്കിൽ ഐ നോ ഇൻറ്റൻഷൻ ടു വിഷൻ ടു ഗ്രാബ് ദി എൻ്റയർ ബാംഗ്ലൂർ സിറ്റി ഓർ എൻ്റയർ വേൾഡ്. നോ, എനിക്ക് ഒരു സക്സസ്ഫുള്ളായ ബിസിനസ്സുകാരനായിരിക്കണം, ആകണം. സക്സസ്ഫുൾ ആകുന്നത് എങ്ങനെയാണ്? ഒരു ലെവൽ വന്നു കഴിയുമ്പോൾ പിന്നെ കണ്ട രീതി ജീവിക്കുക, താറടിക്കുക, അല്ലെങ്കിൽ താറുമാറടിക്കുക, അതൊന്നും ചെയ്യാതെ കണ്ട് ഈ പണം എന്ന് പറയുന്നത് എപ്പോഴും വരുമല്ലോ മനുഷ്യന്. അത് വരുമ്പം അത് പിടിച്ചു വയ്ക്കാൻ പഠിക്കണം, കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഫിനാൻഷ്യൽ ഡീലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ. പിന്നെ വേറൊന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത്, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഒരു മോശമായ വ്യക്തിയാണ് എന്ന് ഒരിക്കലും ഒരു പബ്ലിസിറ്റി ജനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ പരാജയം ആരംഭിച്ചു. ഇന്ന് എൻ്റെ വേറൊരു വിജയം എൻ്റെ പേര് ഇമ്പ്രൂവ് ഡെവലപ്പ് ചെയ്തതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഫിനാൻഷ്യൽ ഡീലിങ്ങിൽ അങ്ങേയറ്റം പണമിടപാടിൽ അങ്ങേയറ്റം വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എം കെ കുര്യാക്കോസ് എന്ന ഒരു പേര് ഞാൻ അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി കിട്ടാനുള്ള അല്പം ഞാൻ ശരി കണ്ണടച്ചാലും ശരി കൊടുക്കാവുന്ന കാര്യത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് കൊടുക്കും. ഒരു മനുഷ്യനെ പറ്റിച്ചിട്ടില്ല. തട്ടിയത് വെട്ടിയത് പറ്റി പരിപാടികൾ